അങ്ങനെ ഞങ്ങൾ പട്യാലയിലെ ഒരു രാത്രി കഴിഞ്ഞു. ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് നമ്മുടെ ഈ ഗുരുദ്വാര തന്നെയായിരുന്നു. ഇവിടെ എല്ലാ ഗുരുദ്വാരയോടും ചേർന്ന് തന്നെ ഇതുപോലെ നിവാസുണ്ട്. ഇപ്പോൾ ഈ നിവാസിൻ്റെ പേര് മാതാ നങ്കി നിവാസ് എന്നാണ്. ഇവിടെ നമുക്ക് സ്റ്റേ സൗകര്യം ലഭ്യമാണ്. അതിനകത്ത് ഫ്രീ ആയിട്ടുള്ള സ്റ്റേയും കിട്ടും, പിന്നെ നോൺ എ സി റൂം 300 രൂപ, എ സി റൂം 500 രൂപ അങ്ങനെയും കിട്ടും കേട്ടോ. പക്ഷേ ഞങ്ങളെടുത്തത് എ സി റൂമായിരുന്നു 500 രൂപയ്ക്ക്. ഈ കാരണം നമ്മൾ കുറച്ച് ദിവസത്തെ ഡ്രൈവൊക്കെ ഇല്ലായിരുന്നു, അപ്പോൾ ഒന്ന് ഫ്രഷ് ആകാൻ ഒന്ന് സെറ്റായിട്ട് കിടക്കാമെന്നൊക്കെയുള്ള അറിയില്ല. 500 രൂപയുള്ള 4 പേർക്കുള്ള രീതിയിലാണ് കിട്ടിയിരുന്നത്. അത് ഒരു 6 പേർക്ക് കിടക്കാൻ പറ്റുന്ന സൗകര്യമുണ്ട്. അത്രയും കട്ടിലുള്ള റൂമാണ് കിട്ടിയത്. പിന്നെ ഇപ്പോൾ ഇവിടെ വേറൊരു ഗുണം നമുക്ക് ഈ ഗുരുദ്വാരകളിലുള്ളത്, ഇവിടെ നമുക്ക് ഫുഡ് ഫ്രീ ആണ്. ഫ്രീ ഫുഡാണ്. ഫ്രീ ഫുഡ് 24 hours 24 മണിക്കൂർ എത്ര പ്രാവശ്യം വേണേലും, എത്ര വേണേലും കഴിക്കാം, എത്ര പ്രാവശ്യം വേണേലും കഴിക്കാം. അങ്ങനെ ഒരു സൗകര്യമുണ്ട്. അതിപ്പോൾ ഇത് ഇവിടെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ നേരെ ഇവിടെ നിന്ന് വേണം കഴിച്ചിട്ട് നമുക്ക് എപ്പോൾ വേണേലും വന്ന് കഴിക്കാം. അത് ഈ എല്ലാ ഗുരുദ്വാരകളിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നലെ നമ്മളൊരു സിഖ് അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹമാണ് ഇതെല്ലാം പറഞ്ഞു തന്നെ, എങ്ങനെ പോയി, എവിടെ പോയി അന്വേഷിക്കണം, എങ്ങനെ അന്വേഷിക്കണം, റൂമിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം പഠിപ്പിച്ചു തന്നു. അപ്പോൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പം ഇങ്ങനെയുള്ള ഗുരുദ്വാരകൾ കണ്ട് അവിടെ റൂം എടുത്ത് കിടന്നോളാനാണ് പുള്ളി പറഞ്ഞത്. വണ്ടിയിലാണ് കിടക്കുന്നതൊക്കെ പറഞ്ഞപ്പോഴേ. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് റൂമും കിട്ടും. പിന്നെ ഫ്രീ റൂമിലൊരു പ്രശ്നമുള്ളത് ഇവർ തന്നെ പറഞ്ഞു, അത്രയ്ക്ക് സേഫ്റ്റി നമുക്ക് പറയാൻ പറ്റുകയില്ല. നമ്മൾ ഈ ബാഗും കാര്യങ്ങളൊക്കെ കൊണ്ട് വെക്കുമ്പോഴേ, അപ്പോൾ എപ്പോഴും ബാഗും കാര്യങ്ങൾ കയ്യിൽ തന്നെ കൊണ്ടുപോകണം. അങ്ങനൊരു പ്രശ്നമുണ്ട്. അത് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ വേറൊരു ഗുണം ഇവിടുത്തെ ഉള്ളത് നമ്മുടെ പാർക്കിങ്. നമുക്ക് 24 hours ആണ് പാർക്കിങ് സൗകര്യം. നമുക്ക് പാർക്കിങ് ഫ്രീ പാർക്കിങ്ങാണ്, പൈസ ഒന്നും വാങ്ങത്തൊന്നുമില്ല. അതുപോലെ പാർക്കിങ് നമുക്ക് സെക്യൂരിറ്റി സൗകര്യങ്ങളെല്ലാം ലഭ്യമാണ്. പട്യാല ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്ന ഗുരുദ്വാരയുടെ പേര് ശ്രീ ദുഃഖ നിവാരൺ സാഹിബ് ഗുരുദ്വാര എന്നാണ്. ആ ഗുരുദ്വാരയുടെ പാർക്കിങ് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഗുരുദ്വാര വരുന്നത്. ആ മുകളിൽ കാണുന്ന ആ ഗുരുദ്വാരയുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ഗുരുദ്വാരയാണ്. പട്യാലയിലെ ഏറ്റവും വലിയ ഗുരുദ്വാരയാണ്. അതിൻ്റെ പാർക്കിംഗ് ഇതാ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അവിടെ ഇപ്പോൾ അവന്മാർ വണ്ടി സെറ്റ് ചെയ്യാൻ ഞാൻ വിട്ടിട്ടുണ്ട്. ഞാൻ ആ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത സമയത്ത് അവർ വണ്ടി സെറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അവർ ഇതിനടിയിലുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ വണ്ടിയുടെ ഒച്ച ഇവിടെ കേൾക്കാം. നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്ന ശ്രീ ദുഃഖ നിവാരൺ സാഹിബ് ഗുരുദ്വാര, പട്യാലയിലുള്ളതാണ്. നമ്മളിവിടെ നിന്ന് അടുത്ത ലൊക്കേഷൻ നോക്കി പോവുകയാണ്. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് പട്യാലയിലെ ഫേമസ് ആയിട്ടുള്ള ഹർബൻസ് ധാബയിലാണ്. 60 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു തട്ടുകടയാണ് ശരിക്കും ഇത്. ആദ്യം നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ സമോസയാണ്. പുകയൊക്കെ വരുന്നത്. ഇത് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അണ്ടാവാല പൊറോട്ട. അണ്ടാവാല പൊറോട്ട എൻ്റെ മുകളിൽ ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇതാണ് അണ്ടാവാല പൊറോട്ട. അണ്ടാവാല പൊറോട്ടയ്ക്കകത്ത് നമ്മുടെ ആലു പൊറോട്ട, അതിനകത്ത് മുട്ട സെറ്റ് ചെയ്തിരിക്കുന്ന സാധനമാണ് അണ്ടാവാല പൊറോട്ട. ഓക്കെ, ഇതാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഫോർമുല ടീ. എങ്ങനെയുണ്ട്? ഒന്ന് കുടിച്ചേ. ഹലോ, हिंदू लोग वहाँ की गाड़ी भर के यहीं भेजी थी स्टेशन। इसी स्टेशन पे आ गया। हाँ, यहाँ पे राज था महाराज पटियाला का। ये पटियाला स्टेट है जी। बहुत बड़ी स्टेट है ये पटियाला। पटियाला स्टेट बहुत पंजाबी स्टेट सरदार लोगों।
बहुत अच्छे अच्छे राजा हैं। जो यहाँ का मुख्यमंत्री बनता है ना, वो महाराज ही बनता है, महाराजा पटियाला, कैप्टन अमरिंदर सिंह सुना। अगर कहीं भी नहीं, आप पंजाब पूरा घूम लो, अगर पटियाला ने देखा तो कुछ भी नहीं, इतनी खूबसूरत शहर है, बागों वाला शहर है, गार्डन वाला। तो फिर इन्होंने महाराज पटियाला के ऊपर गोली चला दी महाराज को मारने के लिए। फिर उसने ऐलान कर दिया, जो इंसान महाराज का अपने मालिक को नहीं बख्शता उसको रहने नहीं चाहिए। पूरी एक गाड़ी भर के उधर से उस वक्त उन्होंने भेजी थी हिंदुओं के और सिखों के मार के, यहाँ पूरा मुसलमान था। एक गाड़ी पूरी भर के लाहौर भेजी थी। इसका उसके नाम पे बना था ये महताबी बाग। यहाँ का इस रियासत का मालिक था वो था वजीर खान। हाँ, तो जो औरंगजेब था तो पूरे हिंदुस्तान का था ना, ये पंजाब का। इसकी राजधानी थी लाहौर। यहाँ की राजधानी असली लाहौर में, पाकिस्तान में, असली पाकिस्तान में आज चली गई। तो फिर जिस टाइम वो जो कटाबटी हुई तो पाकिस्तान बना, तो फिर इजाज़त इन्होंने ऐलान कर दिया भी यहाँ कोई भी आ सकता है, महताबी बाग को उतारो, उसके नाम में कोई भी जो इसमें अलाउ नहीं था यहाँ आने का। फिर यहाँ आम और खास कोई भी आ जाए, आम वो आम नहीं खाने वाला नहीं है, आम लोग, आम पब्लिक। मैंने सोचा था आम और खास मतलब वो या खास आ जाए, कोई भी आ जाए, ऐसा आ सकता है। तो नहीं, आम की बात बता दूं, आम का फिर उस वक्त यहाँ अंदर बाग लगवाया है। अंदर जाओगे आम का बाग है, बहुत बड़ा बाग है, बड़े अच्छे किस्म के आम होते हैं अंदर, देखना जाओगे। നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ആം ഖാസ് ബാഗ്. ഈ സിറ്റിയുടെ പേരെന്ന് പറഞ്ഞാൽ സർഹദ് എന്നാണ് സിറ്റിയുടെ പേര്. ഒരു ജില്ല വരുമ്പോഴത്തേക്കിനും ഫത്തേഹാദ് ജില്ല, ഫത്തേഹാദ് ജില്ലയിലെ സർഹദ് സിറ്റിയിലുള്ളൊരു ആം ഖാസ് ബാഗാണിത്. ഇതിൻ്റെ പേരാണ് ആം ഖാസ് ബാഗ്. പടയാളികൾ നിൽക്കുന്ന സ്ഥലം വളരെ വിശാലമായ ഒരു ഗ്രൗണ്ട് പോലെയാണ് കേട്ടോ. ഇതുണ്ട്, സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് അതാണ് കോട്ടയുടെ ഔട്ടർ വരുന്നത്, ഈ ഭാഗിൻ്റെ ഔട്ടർ വരുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ പടയാളികൾ കുന്തമൊക്കെ ആയിട്ട് നിൽക്കുന്നതായിരിക്കും. ഇതൊക്കെ എല്ലാം പുല്ല് പിടിച്ച് കേട്ടോ. മൊത്തത്തിൽ ഒരു നല്ല രീതിയിലൊന്നും ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നോക്കുന്നൊന്നുമില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നമുള്ളൂ. പിന്നെ ആളുകൾ അങ്ങനെ വലുതായിട്ടൊന്നും വരാറൊന്നുമില്ല. പക്ഷേ ഇവിടെ പോലീസിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പോലീസ് അവരുടെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ടാണ് കയറി വരേണ്ടത്. പക്ഷെ ഭാഗമെന്ന് പറഞ്ഞാൽ ഇത് ഫൗണ്ടനൊക്കെ വേണമെങ്കിൽ നല്ല രീതിയിലൊക്കെ അവർക്ക് നോക്കാം. കെട്ടിടങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെയാണ് തോന്നുന്നത്. പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇത് പല ഘട്ടങ്ങളായിട്ടാണ്. അതുകൊണ്ട് അവിടെ ഒരു ഭാഗമുണ്ട്, അവിടെ നിന്ന് ഈ ഒരു വലിയൊരു ഭാഗം വരുന്നുണ്ട് ഗ്രൗണ്ട് പോലെ. ഇതിൻ്റെ അപ്പുറയിലോട്ടൊരു ഭാഗമുണ്ട്. ഇത് ശരിക്കും പണിതത് അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് പണിത ഒരു നിർമ്മിതിയാണത്. അക്ബർ ചക്രവർത്തിയുടെ കാലത്ത്. അതിനുശേഷം ഷാജഹാൻ്റെ കാലത്ത് അത് വീണ്ടും പുതുക്കി പണിതു അങ്ങനെ. പക്ഷേ ഇതിൻ്റെ ഒരു പേര് പറയുന്നത് ആം ഖാസ് ബാഗ് എന്നാണ്. അതിനകത്ത് നമുക്ക് ആ പേര് വരുമ്പം നമുക്ക് മനസ്സിലാകുന്നത്, ആമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത പെട്ടെന്ന് വരും മാങ്ങ, പിന്നെ ഖാസ് എന്ന് പറഞ്ഞാൽ പുല്ല്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതിനെ മാങ്ങയുടെ പുല്ലിൻ്റെ ഒരു ഭാഗമാണെന്നാണ്. പിന്നെ നമ്മൾ കയറി വന്നപ്പോൾ ഒരു പഴയ ഇവിടെയുള്ള ഒരാളെ കണ്ടു. അദ്ദേഹം നമ്മോട് പറഞ്ഞു തന്നത് ആമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആം ലോഗ്, സാധാരണ ആളുകൾക്കും ഖാസ് ലോഗുകൾക്കും, രാജാക്കന്മാരെ പോലെ നല്ല ഖാസായിട്ടുള്ള ആളുകൾക്കും കയറാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം പണ്ട് ഇവിടെ അങ്ങനെ എല്ലാവർക്കും കയറാൻ സാധിക്കുമായിരുന്നില്ല. ആം ലോഗുകൾ സാധാരണക്കാരെ കയറ്റത്തില്ലായിരുന്നു. പിന്നെ അത് മാറ്റി ഇങ്ങനെ ആക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനൊക്കെ വിഭജനകാലത്തൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നൊരു സ്ഥലമാണിത്. അന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല, ട്രെയിനിലൊക്കെ ആളുകളെ, മുസ്ലിങ്ങളെ, ഹിന്ദുക്കളെ എല്ലാം കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ആ സമയങ്ങളിൽ ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ടായെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനത്തെ കുറച്ച് കഥകളൊക്കെ ഉറങ്ങുന്നൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, ഫത്തേഹാദ്. ആ സ്ഥലത്താണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ അങ്ങ് താഴെ നിന്നും, ഇന്ത്യയുടെ അങ്ങ് താഴെ നിന്നും നമ്മൾ വന്ന് നിൽക്കുന്നത്. ശരിക്കും ഇത് 11 ഏക്കറുകളിലായിട്ടാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. ഈ ഒരു നിർമ്മിതി എന്ന് പറഞ്ഞാൽ 11 ഏക്കറിലാണ് വ്യാപിച്ച് കിടക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ കുറേ നിർമ്മിതികളുണ്ട്, നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്ന നിർമ്മിതികളാണ്. അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് ഒരു എയർ കണ്ടീഷനിങ് സംവിധാനം ഇതിനകത്ത് നിർമ്മിച്ചിട്ടുണ്ട്. ഒരു മുറി, അത് ഭിത്തിക്കകത്തൂടെ വെള്ളം കയറ്റി വിട്ട്
മുറി തണുപ്പിക്കുന്നൊരു സംവിധാനം. അതുപോലെ അതിന് സർദഖാന എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭൂമിക്കടിയിൽ നിന്നും വെള്ളമെടുത്ത് അത് ചൂടാക്കി വെക്കുന്ന സംവിധാനമുണ്ട്. അങ്ങനെ അതിന് ഹമാം എന്ന് പറയുന്നത്. അതുപോലെ ശീഷ് മഹൽ, നമ്മൾ ഈ കണ്ണാടികൾ കൊണ്ട് ഭിത്തികൾ വെച്ച് ശീഷ് മഹലുണ്ട്. പിന്നെ വാട്ടർ ടാങ്കുകൾ, ഇതിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട് വാട്ടർ ടാങ്കുകളുണ്ട്. അങ്ങനത്തെ കുറേ നിർമ്മിതികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടെത്താനായിട്ടുള്ള ശ്രമത്തിലാണ്. പക്ഷേ ഇവിടെയൊന്നും എവിടെ എന്താണെന്നൊന്നും അറിയത്തില്ല, ആരും കാണുന്നില്ല ചോദിക്കാനായിട്ട്. നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞൊരു ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, പക്ഷേ ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് ഏത് ബിൽഡിങ്ങാണെന്നുള്ളത് വ്യക്തമായിട്ട് എഴുതിയിട്ടൊന്നുമില്ല. കണ്ട് ഇവിടെ ഇതാണ് ശരിക്കും ബാഗ്, പൂന്തോട്ടത്തിൻ്റെ ആ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഈ മുമ്പേ പറഞ്ഞ വെള്ളത്തിൻ്റെ സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം ഇപ്പം വർക്കിംഗ് ഒന്നുമല്ല. ഇത് കണ്ടത് അങ്ങോട്ടെല്ലാം വിശാലമായിട്ട് കിടക്കുക. അതൊക്കെ വർക്കിംഗ് ആയിരിക്കുമ്പോഴത്തെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. നല്ല സൂപ്പർ പരിപാടിയായിരിക്കും. ഇതൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല, എങ്കിലും ഒരു ഓർമ്മയായിട്ട് ഇപ്പോഴും ഇവിടെ കിടക്കുന്നു. ഈ കെട്ടിടത്തിനകത്തേക്ക് കയറാനുള്ളൊരു സംവിധാനമില്ല. നമുക്ക് അപ്പുറം കൂടെ ഒന്ന് പോയിട്ട് അവിടെ ഒരു കിണർ കണ്ടായിരുന്നു. കിണറോടെ ഒന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ഗേറ്റൊക്കെ താഴോട്ട് പൂട്ടിയേക്കോ, ഡോറൊക്കെ ഇങ്ങനെയുള്ളൂ. ഇതുണ്ട് ഒരു കിണറാണ്. ഉയ്യോ എൻ്റെ പോലെ ഒരു രക്ഷയില്ലാത്ത കിണർ കേട്ടോ, അന്യ കിണർ. ആ പെട്ടെന്ന് കാണുമ്പോൾ പേടിച്ചു പോകും. പക്ഷേ അതിനകത്ത് വെള്ളമൊന്നുമില്ല. ഈ കിണറുകളിൽ നിന്നൊക്കെയുള്ള ഒരു വെള്ളത്തിൻ്റെ സംവിധാനത്തിലാണ് ഇവിടുത്തെ ഈ പറഞ്ഞ ശീതീകരണ മുറികളും ചൂടുവെള്ളം വരുന്ന മുറികളുമൊക്കെ അതിനൊക്കെയുള്ള കണക്ഷനൊക്കെ ചെയ്തിരുന്നത്. അതുപോലെ ഈ ഫൗണ്ടൻസ്, നമ്മളിപ്പോൾ കണ്ട വാട്ടർ ഫൗണ്ടൻസിൻ്റെ കണക്ഷനുകളൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ ഒന്നും ഇപ്പം ആക്റ്റീവല്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ മുറികൾ പോലെ കാണുന്നത്. ഇതെല്ലാം മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊക്കെ പിന്നെ ഇപ്പോൾ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആ ഇത് കാണുമ്പോൾ അറിയാം. ഇതൊക്കെ ഈയിടെ ആയിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു. ഇതിപ്പോൾ നമ്മൾ ഇതുവഴി കയറി അടുത്ത ഒരു സ്ഥലത്തേക്ക്. ഇതിനകത്ത് അടിപൊളി ഒരു മരമുണ്ട്, നമ്മുടെ ആൽമരം പോലത്തെ. ഇതാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ സ്ഥലം. ഇവിടുത്തേക്ക് ഒരു ആയ കാലത്തെ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. ആ രാജാക്കന്മാരുടെ കാലത്തെ ആളുകളും ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് രസമായിരിക്കും. हाँ कैमरा है हिंदी वीडियो നോക്കി നല്ല അടിപൊളി. ആളുകൾ ഓരോ സ്ഥലത്തു നിന്നൊക്കെ വന്ന് അവർ വേറേതോ ഭാഷയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല, ഹിന്ദിയും കൂടെ അല്ലാത്ത കാരണം. ഈ ഒരു മരം നല്ല വെട്ടിക്കെട്ട് മരം കേട്ടോ. ഈ ഫുള്ള് ഏരിയ ഫുള്ള് ഇതിപ്പം നമ്മുടെയൊക്കെ ഒരു നല്ലൊരു 2-3 വീടിൻ്റെ വലിപ്പമുള്ളൊരു ഗ്രൗണ്ടായത്. ആ ഗ്രൗണ്ട് ഫുള്ള് ഇത് കവർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സൂപ്പർ. പക്ഷേ ഈ മരത്തിൻ്റെ പേര് നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ ആ മരം നിന്ന് അവിടെ നിന്ന് നമ്മൾ വെളിയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ 2 ലെയറായിട്ടുള്ള മുറികളാണ്. ഇവിടെ പക്ഷേ മൊത്തം കാട് പിടിച്ച് കിടക്കുവാണ്. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ കാടാണ്. പക്ഷേ ആ കെട്ടിടത്തിൽ നമ്മുടെ ഈ കോട്ടയുടെ അതിർത്തിയൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഗ്രൗണ്ട് പോലെ ഉണ്ട്, മൊത്തം കാട് പിടിച്ച് കിടക്കും. നമുക്ക് അങ്ങോട്ട് കയറാൻ മേലാത്ത അവസ്ഥയിലാണ്. നമുക്ക് തിരിച്ചു പോകാം. ഇത് കുറേ വർഷങ്ങൾ പഴക്കമുള്ള മരമാണ്.
आप लोग कहाँ से है? इधर ही के पंजाब. ഒരു പഞ്ചാബുകാരൻ. ശരി, ഇപ്പോൾ കൂടെ വന്ന ആൾക്ക് എല്ലാവർക്കും ഒന്നും ഹിന്ദി അറിയത്തില്ല. അതാ ഒരു കുഴപ്പം. നമ്മളിവിടുന്ന് നേരെ മുമ്പേ കണ്ട വാട്ടർ ഫൗണ്ടേഷൻ്റെ ഒക്കെ കളത്തിലേക്ക് വന്നു. ഫ്രണ്ട് ഭാഗമാണ്, ഫ്രണ്ടാന്ന് തോന്നുന്നു. ഇതെല്ലാം ഉണങ്ങി വരണ്ട് കിടക്കും. ഇതൊക്കെ ഫൗണ്ടൻ്റെ സാധനങ്ങളാണ്. പക്ഷെ ഇതൊന്നും നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ നോക്കുമ്പോൾ ആ ഭാഗം കണ്ടു. മുമ്പ് ഞാനവിടെ വന്നത് ഒരു സ്റ്റേജ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ട്, അങ്ങോട്ട് ഇതുപോലെ ഫൗണ്ടേഷൻ പോലെ ഉള്ള സ്ഥലങ്ങൾ. അതേ കുറേ പിള്ളേർ വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഞാൻ മറ്റന്മാരെ വിട്ടേക്കും. അഖിലിനെ അതുലിനെയൊക്കെ സ്ഥലം കണ്ടുപിടിക്കാൻ വിട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളെ അവന്മാർ പോയി തപ്പാൻ പോയിട്ടുണ്ട്. ഇത് മാവിൻ തോട്ടം, ആംഭാഗം എന്ന് പറഞ്ഞതിനകത്ത് നമുക്ക് അങ്ങനെയും കാണാം. മാവിൻ്റെ തോട്ടങ്ങളാണിത്. താഴെ പുല്ലുമുണ്ട്. അപ്പോൾ ആമ മുകളിൽ ഘാസ് താഴെ പൂന്തോട്ടവും. ഇതേ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. കൊച്ചുകുട്ടികളാട്ടോ, LKG UKG പിള്ളേരാണെന്ന് തോന്നുന്നു. നമ്മുടെ ധൻഷികയുടെ ഒക്കെ പ്രായമുള്ള പിള്ളേരാണ് നിൽക്കുന്നത്. വേണ്ട പിള്ളേരിത് കാണാനായിട്ട് വന്നിട്ടുണ്ട്. പിള്ളേരൊക്കെ നമ്മുടെ ചരിത്രങ്ങളൊക്കെ പഠിക്കട്ടെ. ചരിത്രങ്ങളും ഇതെല്ലാം പഠിച്ച് വളരുന്നത് നല്ലതാണ്. പക്ഷേ കുറച്ചുകൂടെയൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇതിപ്പോൾ ഈ നടക്കുന്ന വഴികളൊക്കെ കണ്ടില്ലേ, ഒന്ന് ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കും ഒന്നും ആളൊന്നും ഇല്ല. മൊത്തം ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇവിടെ രാത്രിയിലത്തേക്ക് അവസ്ഥ എന്തായിരിക്കും? മൊത്തം കാട് പിടിച്ച് കിടക്കുമല്ലേ. പിള്ളേർ മാത്രമല്ല കേട്ടോ, വലിയവരൊന്നും കാണാനില്ല ഈ ഭാഗത്തോട്ട്. അപ്പോൾ അതുവഴി നടന്ന് ഞാൻ ഇങ്ങേ അറ്റത്തെത്തി. ഇനിയിപ്പം ഈ ഫൗണ്ടൻ്റെ ഇതൊക്കെ ഏകദേശം ഇവിടെ തീരുവാണ്. തീർന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് ലാസ്റ്റ് ഭാഗത്ത്. അവിടെ അവന്മാരെ അതിനകത്ത് നിൽപ്പുണ്ട്. അതിവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത്. എന്തോ കണ്ടെത്തിയെന്ന് പറഞ്ഞ് നോക്കാം. അങ്ങോട്ടുമൊക്കെ ഉണ്ട് കേട്ടോ. എപ്പോൾ തീരുമോ? ആ എത്തിയാ? കണ്ടെത്തിയാ? ഇതെന്നാ സാധനം ആണോ? ഓ, തുരങ്കമല്ലേ? ആ ശരി. വേറൊരു കാര്യമുണ്ട്. ഇങ്ങനെ അടുക്കിയിരിക്കുക. അതിൻ്റെ അർത്ഥം ഈ ഓ, ഇതെല്ലാം തുരങ്കം പോലെ കണക്റ്റഡാണ്. ഇതിനകത്തുനിന്ന് വെള്ളം ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു സംവിധാനം ഉണ്ടല്ലോ, ഈ ഇവിടുന്ന് കുഴൽ പോലെ ഇങ്ങനെ കൊടുക്കുക. അങ്ങോട്ട് കൊടുത്ത് അതിൽ വാട്ടർ ഫൗണ്ടൻ സംവിധാനങ്ങളെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓൾറെഡി മുറിക്കകത്ത് തണുപ്പുണ്ട്. വെള്ളം കൂടെ അതാ ഭിത്തിക്കകത്തും ഇവിടെ ഭിത്തിക്കകത്തൂടെ കാര്യങ്ങളിലും എല്ലാം വെള്ളം കയറ്റി വിടും. അങ്ങനെയാണ്. അവിടെ കാണാവോ? ആ അത് കണ്ടത്. അവിടെ ഒരു തുള കാണാൻ പറ്റുന്നുണ്ട്. ആ അവിടെ ഒരു തുള കാണാൻ പറ്റുന്നുണ്ട്. അതിനകത്തോടാണ് വെള്ളം കയറ്റി വിടുമ്പോൾ ഭിത്തിക്ക് തണുപ്പ് വരും. ഈ അടിഭാഗത്തെ ഒന്നെടുത്തണം. ഇപ്പം നമ്മൾ കണ്ടില്ലേ ഈ കിഴുത്തകളുണ്ടല്ലോ, ഈ അടിയിൽ കാണുന്ന നമ്മുടെ ഈ തറയ്ക്കടിയിൽ ഇതുപോലുള്ള കിഴുത്തകൾക്കകത്ത് വെള്ളം നിറഞ്ഞു കിടക്കും. അതുപോലെ ഈ ഭിത്തിക്കകത്ത് ഈ പറഞ്ഞ ഹോളുകൾക്കകത്തൂടെ ഇതിനകത്ത് മൊത്തം വെള്ളം നിറഞ്ഞു കിടക്കും. അങ്ങനെ നിറഞ്ഞു കിടക്കുമ്പോഴാണ് ഈ പറയുന്ന തണുപ്പിൻ്റെ എഫക്റ്റ് വരുന്നത്. ഇതേ ഒരു സംവിധാനത്തിൽ ഇവിടെ ചൂട് നിർമ്മിക്കുന്ന സംവിധാനമുണ്ട്. പക്ഷെ ഇതൊന്നും നല്ല രീതിയിലൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുകയോ ഒന്ന് എഴുതി വെക്കുകയോ പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. എന്നാൽ ഇത്രയും ഒരു പ്രഗത്ഭമായ ഒരു നിർമ്മിതിയെ
ഇഷ്ടികൾ കൊണ്ടാണ്. അപ്പോൾ ഇഷ്ടികക്കകത്തോട്ട് നല്ല വെള്ളം അങ്ങോട്ട് കയറ്റി വിടുമ്പോഴത്തേക്കിന് തണുപ്പ് എന്നതായിരിക്കും. അപ്പോൾ ഈ ഇത്രയും പ്രഗത്ഭമായ നിർമ്മിതികൾ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ സാധനം അതിൻ്റേതായ രീതിയിലൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നില്ല, ശ്രമിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് മോശമാണ്. ഇതിൻ്റെ ഇവിടെ ഒരു ബോർഡ് പോലെ എന്തോ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചത് നിർമ്മിക്കുന്നതിന് മുമ്പ് വെച്ചാന്ന് തോന്നുന്നു. അതെല്ലാം പോയി. എന്നാ അവസ്ഥ അതാണ്. എല്ലാം പൊളിഞ്ഞൊക്കെ കിടക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു കുളത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. കാരണം ഈ പറഞ്ഞിരിക്കുന്ന ഇതാണ് നമ്മളിപ്പോൾ കണ്ട വെള്ളത്തിൻ്റെ സംവിധാനമുള്ള വെള്ളം വരുന്ന അടിക്കൂടെയും ഭിത്തിക്കകത്തോടെയും വരുന്ന മുറികൾ. അപ്പോൾ ആ മുറികളിലേക്ക് വെള്ളം വേണമല്ലോ. ആ മുറികളിലേക്ക് വെള്ളം കൊണ്ടുവരുന്നതിനുള്ള കുളങ്ങളോ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം നമുക്ക് നോക്കാം. അതെവിടെയാണ്? അവിടെ നിന്നൊരു അടിക്കൂടെ റോസ് പോലെ കണ്ടത് ഇങ്ങോട്ടാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ എന്തൊക്കെയോ നിർമ്മിതികളുണ്ട്. ഇതൊക്കെ ഫൗണ്ടനാണ്. ഇതെല്ലാം ഫൗണ്ടൻ്റെ നശിച്ചു പോയ ഭാഗങ്ങളാണ്. മൊത്തം ഇഷ്ടിക വെച്ചുള്ള കളിയാണ്. ഇഷ്ടികയും വെള്ളവും കൊണ്ടുള്ള പരിപാടി കംപ്ലീറ്റ്. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ എന്തെങ്കിലും നമുക്ക് ഇൻഫർമേഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ ചെറിയൊരു വാതിൽ കാണുന്നുണ്ട്. ഇതൊരു താഴേക്ക് ഇറങ്ങാം. एक सेकंड ओके कैसे जा सकता है जहाँ मर्जी ഈ പോകാമെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഇഷ്ടമാണ്. പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. വയറ് മൊത്തം ഇരുട്ടാണ്. ഒന്നും കാണാൻ വര. ഫുൾ ഇരുട്ടാണ്. അപ്പുറം ചെറിയ വെട്ടം വന്നിട്ടുണ്ട്. ഓ ഇവിടെ വരെ ഉള്ളൂ. ഇതിവിടെ വന്ന് തീരുക. ഇവിടെ വന്ന് നമുക്ക് ഒന്നും കാണാൻ മേല. തിരിച്ചു പോകാം. അവന്മാർ ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല. അവന്മാർ ഇത് വീട്ടിലും പൊക്കോളാം. ഇതാണ് ആ കിണർ. അപ്പോൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ വെള്ളത്തിൻ്റെ ഉറവിടം നമ്മൾ കണ്ടെത്തി. കാരണം ഇത്രയും കാര്യങ്ങളും ഇതെല്ലാം മൊത്തം വെള്ളത്തിലുള്ള പരിപാടിയല്ലേ ഈ ബാഗിൻ്റെ ഈ പൂന്തോട്ടത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ എല്ലാം വെള്ളത്തിൻ്റെ സംവിധാനം വന്നിരുന്ന കിണറാണ്. ഇതൊരു വന്യ കിണർ, മഹാകിണറാണ്. ഈ മഹാകിണറിൽ നിന്നാണ് ഇപ്പോൾ അതിനകത്തൊരു ചെടിയൊക്കെ ഉള്ള നിൽപ്പുണ്ട്. ഈ കിണറിൽ നിന്നാണ് ഇതിന് വേണ്ട വെള്ള സംവിധാനങ്ങളെല്ലാം പമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പമ്പിങ്ങൊക്കെ എങ്ങനെ നടന്നിരുന്നോ? ആൾക്കാരെ തച്ചിന് നിർത്തി കോരിപ്പിക്കുമായിരുന്നായിരിക്കും. അടിമകൾ കാണുമല്ലോ. ഒരുമാതിരി ഉണ്ടാക്കി വിട്ടേക്കുമല്ലേ. പണിക്കാരും പൈസ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കുവാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി നശിച്ചു പോയപ്പോഴാണ് രാജാവിന്റെ മകൻ തുറങ്ങിയത്. ആണോ? ഇവിടെയൊക്കെ ചെറിയ ഹോള് പോലെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഈ നമ്മുടെ ചൂട് പോകാനായിട്ടുള്ള സംവിധാനം പോലെ ഹോള് കൊടുത്തിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ വെള്ളം വീഴും. പുതുമയ്ക്ക് കൊടുത്താണ്.
ഇവിടെ വരെയാണ് ഇതിൻ്റെ ഔട്ടർ ഭാഗം ഉള്ളത്. ഇങ്ങോട്ടൊക്കെ പോകാനായിട്ട് പാടാം. ആ രസേ. അതുപോലെ നമ്മൾ ആ വെള്ളത്തിൻ്റെ ആ ഒരു കിണർ കണ്ടില്ല, ആ കിണറിൻ്റെ അവിടെ ഇരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഒരു ചെരിവ് കണ്ടോ? അതിന് നല്ലൊരു ചെരിവുണ്ട്. അതിന് ഇരുത്തിപ്പോയതാണോ അത് ചെരിച്ച് പണിതാണോ എന്നൊരു സംശയമുണ്ട്. എന്താ കാര്യം എന്നുള്ള അറിയത്തില്ല. നല്ലൊരു ചെരിവുണ്ട് അതിന്. നമുക്ക് ആ കിണറിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂവും കൂടെ നോക്കാം. കുറച്ച് റിസ്ക്കാണ്. ഇവിടെയൊക്കെ ഇടിഞ്ഞ് കിടക്കുക. ഇവിടെ വരെ നിന്നുള്ള അഭ്യാസം മതി. വേണ്ടോ മുകളിൽ നിന്നുള്ള ഫുൾ വ്യൂ ഇരുന്ന് ഇതാ. അപ്പോൾ നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിൻ്റെയൊക്കെ കുറേ കഥകളും കാര്യങ്ങളും അവരുടെ നിർമ്മാണ വൈവിധ്യങ്ങളും ഒക്കെ നമുക്ക് ഈ സർഹദ് നഗരത്തിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണിത്. ആം ഖാസ് ബാഗ് എന്ന് പറഞ്ഞ ഈ സ്ഥലം. ഇവിടെ കയറുന്നതിന് എൻട്രി ഫീസ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന നല്ല രീതിയിലൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഒരു സംവിധാനം ഇവിടെ ഉണ്ട്, അതങ്ങനെ അങ്ങ് പോകുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പഴയ നമ്മുടെ മുഗൾ സാമ്രാജ്യമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളോട് ഇവിടെ ഉണ്ട്. കുറേ ശവകുടീരങ്ങളൊക്കെ നമ്മുടെ ഈ സർഗം സിറ്റിയിലുണ്ട്. നമുക്ക് അതുകൂടെയൊക്കെ ഒന്ന് പോയി കാണാം. അപ്പം ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഇനി ഇതിനടുത്ത് തന്നെ 3-4 കിലോമീറ്റർ ഉള്ളിൽ തന്നെയാണ് സ്ഥലങ്ങളൊക്കെ ഉള്ളത്. അവിടെയൊക്കെ കൂടെ നമ്മൾ പോയി കാണാം. മുഗൾ സാമ്രാജ്യത്തിൻ്റെ മുഗൾ ടൈപ്പ് നിർമ്മാണ രീതി നമുക്ക് കാണിച്ചു തരുന്ന ഈ ഒരു നിർമ്മിതി, അതായത് 11 ഏക്കർ വ്യാപിച്ച് കിടക്കുന്ന ഈ ഒരു നിർമ്മിതി ഇപ്പോൾ പരിപാലിച്ചു പോരുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. അവരാണ് ഇപ്പോൾ ഇതിൻ്റെ കൺട്രോളും കാര്യങ്ങളും ബാക്കിയെല്ലാം നോക്കുന്നത്, പുനർനവീകരണവും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഈ സ്ഥലം കൂടുതലും ഉപയോഗിക്കുന്നത് ഈ ഫിലിം ഷൂട്ടിങ്ങുകൾക്കൊക്കെയാണ്. ധാരാളം സിനിമ ഷൂട്ടിങ്ങുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ അതിൻ്റെ അടുത്ത ദിവസം ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ നിർമ്മിക്കാനുള്ള അളവും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് കൂടുതലും ഇപ്പോൾ ഈ പൂന്തോട്ടം ഈ ഭാഗ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.